സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത് നഫ്രത് കാ സർബത്ത്, മുഹബത്ത് കാ സർബത്ത് പറഞ്ഞ ലോകപ്രശസ്തമായ രണ്ട് സർബത്തുകളെ കുറിച്ചിട്ടാണ്. ഞാൻ ഈ കാണിക്കുന്ന ഷോപ്പുള്ളത് കോഴിക്കോട് ബീച്ചിലാണ്. കോഴിക്കോട് ബീച്ചിലെ സ്റ്റേജ് ഉണ്ടല്ലോ, അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡ് ഒരു ബദവി ഷഹീദ് മക്കാം എന്ന് പറഞ്ഞിട്ടൊരു മക്കാമുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ കസ്റ്റംസ് റോഡ് എന്ന് പറഞ്ഞ റോഡുണ്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള റോഡാണിത്. ആ റോഡിൽ ഇങ്ങനെ വന്നാൽ കോറീസ് എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്. ഈ ഷോപ്പിൽ നിന്ന് പോയിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്ത് കഴിക്കുന്നത്. അവിടെ മുഹബത്ത് കാ സർബത്തുണ്ട്, നഫ്രത് കാ സർബത്തുണ്ട്, അതുപോലെ വേറെയും കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ അവിടെ സെല്ലിംഗ് ഉള്ള സാധനം മുഹബത്ത് കാ സർബത്തും നഫ്രത് കാ സർബത്തുമാണ്. ആ വെള്ള സാധനമാണ് നഫ്രത് കാ സർബത്ത്, റോസ് കളറുള്ളത് മുഹബത്ത് കാ സർബത്ത്. മുഹബത്ത് കാ സർബത്ത് പിന്നെയും കുറേ ആളുകളൊക്കെ കേട്ട് പരിചയമുണ്ടാവും. നഫ്രത് കാ സർബത്ത് അത്ര ആളുകളെ കണ്ട് ഫേമസ് ആക്കല്ലോ. പക്ഷേ ബോംബെയിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ നഫ്രത് കാ സർബത്താണ് കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത്. നഫ്രത് കാ സർബത്തിൽ ആപ്പിൾ ഇങ്ങനെ വളരെ ചെറിയ സ്ലൈസ് ആക്കിയിട്ടുള്ള പീസാണ്. ഞങ്ങൾ മുമ്പ് അവിടെ പോയിട്ടുണ്ട്, നമ്മൾ ആദ്യമായിട്ടല്ല പോകുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ഇവിടെ മുഹബത്ത് കാ സർബത്തിൽ റൂഅഫ്സ പാകിസ്ഥാൻ ഒരു സാധനമാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വത്തക്ക മുറിച്ചിടുക ചെയ്യുന്നത്. ഇവിടെ 40 രൂപക്കാണ് വിൽക്കുന്നത്. ചില സ്ഥലത്ത് 70 രൂപക്കൊക്കെ വിൽക്കുന്നുണ്ട്. 70 രൂപക്കൊക്കെ വിൽക്കുന്ന യാക്മ കബാബ്സൊക്കെ ഉണ്ട് കൊച്ചിയിൽ, ഈ കാക്കനാട് ഒക്കെ ഉള്ള. അവിടെയൊക്കെ 70-74 രൂപയാണ് മുഹബത്ത് കാ സർബത്തിൻ്റെ വില. പക്ഷേ അവിടെ അനാറ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ അധികം എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഇതിലാണ് ഈ മുഹബത്ത് കാ സർബത്തിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റായ റൂഅഫ്സ ചേർക്കുന്നത്. എന്നാൽ അവിടെയൊക്കെ കുറച്ചും കൂടെ നല്ല കടുപ്പത്തിൽ തന്നെ അതിൻ്റെ ടേസ്റ്റ് അറിയാണ്ടാവും. അപ്പം കോഴിക്കോട് ബീച്ചിൽ വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, മറന്നു പോകണ്ട. ലൈക്ക് അടിക്കാനും കമൻ്റ് അടിക്കാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.